എല്ലാവർക്കും സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ്. ആദ്യമായി ഡിസ്ലെക്സിയ എന്താണ്? വായനാ വൈകല്യം. ഡിസ്ഗ്രാഫിയ ലേഖന വൈകല്യം. ഡിസ്ഗ്രാഫിയ ലേഖന വൈകല്യം. ഡിസ്കാൽക്കുലിയ ഗണിത വൈകല്യം. ഡിസ്കാൽക്കുലിയ ഗണിത വൈകല്യം. ഡിസ്പ്രാക്സിയ പേശി പ്രവർത്തനത്തിലെ വൈകല്യം. ഡിസ്പ്രാക്സിയ പേശി പ്രവർത്തനത്തിലെ വൈകല്യം. ഡിസ്ഫാസിയ ഭാഷാഗ്രഹണ വൈകല്യം. ഡിസ്ഫാസിയ ഭാഷാഗ്രഹണത്തിലെ വൈകല്യം. ഡിസാർത്രിയ ഭാഷണ വൈകല്യം. ഡിസാർത്രിയ ഭാഷണ വൈകല്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിപ്പോകാതിരിക്കാനായിട്ട് കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനാ വൈകല്യമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോൾ അത് തെറ്റിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ലെക്സി പേന ഉപയോഗിച്ചിട്ട് വായിക്കുകയാണ്. അപ്പോൾ വായിക്കുന്ന വരി തെറ്റിപ്പോകാതിരിക്കാനായിട്ട് അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെക്സിയുടെ പേന ആ വായിക്കുന്ന വരികളിലൂടെ ഇങ്ങനെ ഓടിച്ച് വായിക്കുന്നതായിട്ടൊന്ന് വിഷ്വൽ ചെയ്യുക. ഓക്കെ. അടുത്തത് ഡിസ്ഗ്രാഫിയ ലേഖന വൈകല്യമാണ്. ഡിസ്ഗ്രാഫിയ ഇത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം എന്താണ് ലൈനിട്ട ബുക്കിലായിരിക്കും പേപ്പറിലായിരിക്കും എഴുതിയൊക്കെ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ലൈനിടാത്ത പേപ്പറിൽ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് ശരിയാവില്ല അല്ലേ? അത് എഴുതി തുടങ്ങുന്നത് ഒരിടത്തായിരിക്കും, പിന്നെ എഴുതുമ്പോൾ അത് പിന്നെ കയറി മുകളിലോട്ടായിരിക്കും പോകുന്നത്, പിന്നെ ചിലപ്പോൾ താഴോട്ടായിരിക്കും വരുന്നത്. ഒരു ഗ്രാഫ് പോലെ ആയിരിക്കും നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്നത്. പ്ലെയിൻ പേപ്പറിൽ ലൈനിടാത്ത പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ എഴുതി തുടങ്ങുന്ന ഒരിടത്തായിരിക്കും, അടുത്ത് വീണ്ടും മുകളിലോട്ട് പോകും, ചിലപ്പോൾ താഴോട്ടായിരിക്കും. നമുക്ക് ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. ഒരു ഗ്രാഫ് പോലെ ആയിരിക്കും, പൊങ്ങിയും താന്നും ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഡിസ്ഗ്രാഫിയ എന്നത് ലേഖന വൈകല്യമാണ്. നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഗ്രാഫ് പോലെ എഴുതുന്നു എന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് ഡിസ്കാൽക്കുലിയ. ഇത് ഗണിത വൈകല്യമാണ്. കാൽക്കുലേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരും? മാത്സുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഗണിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കാൽക്കുലിയ വരുന്നത്, ഗണിത വൈകല്യം. അടുത്ത് ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ പേശി പ്രവർത്തനത്തിലെ വൈകല്യമാണ്. അപ്പോൾ ഇപ്പോൾ പ്രാക്സിയ എന്നുള്ളത് നമുക്ക് പാരലൈസ് ആയിട്ട് എടുക്കാം. പാരലൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പാരലൈസ് ആയിട്ടുള്ള ഒരാൾക്ക് പേശി പ്രവർത്തനം നടക്കില്ല, പേശി പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്രാക്സിയ പേശി പ്രവർത്തനത്തിലെ വൈകല്യമാണ്. പ്രാക്സിയ എന്നതിനെ നമുക്ക് പാരലൈസ് എന്ന് എടുക്കാം. ഓക്കെ, അത് പേശി പ്രവർത്തനത്തിലെ വൈകല്യമാണ്. അതായത് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പേശി പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഡിസ്പ്രാക്സിയ എന്നത് പാരലൈസ് എന്നായിട്ട് എടുക്കുക, കണക്ട് ചെയ്യുക. ഓക്കെ. അടുത്ത് ഡിസ്ഫാസിയ എന്നത് ഭാഷാഗ്രഹണ വൈകല്യമാണ്. ഡിസ്ഫാസിയ ഭാഷാഗ്രഹണ വൈകല്യം. അടുത്ത് ഡിസാർത്രിയ ഭാഷണ വൈകല്യം. ഡിസാർത്രിയ എന്നത് ഭാഷണ വൈകല്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പഠന വൈകല്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് ഡിസ്ലെക്സിയെക്കുറിച്ചായിരുന്നു. ഡിസ്ലെക്സിയ എന്ന് പറയുന്നൊരു വായനാ വൈകല്യമാണ്. നമ്മൾ ലെക്സി പേന ഉപയോഗിച്ച് വായിക്കുന്നതായിട്ട് ആ വരിയൊന്നും തെറ്റിപ്പോവാതെ നമ്മളിങ്ങനെ ഓരോ വരിയിലൂടെയും ലെക്സി പേന ഉപയോഗിച്ച് വായിക്കുന്നതായിട്ട് വിഷ്വൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഡിസ്ഗ്രാഫിയയാണ്. ഡിസ്ഗ്രാഫിയ എന്നത് ഒരു ലേഖന വൈകല്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലൈനിടാത്ത ഒരു പേപ്പറിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മൾ എഴുതുന്നത് ഒരിടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യും,
അടുത്ത് നമ്മൾ കയറി പോവും, അടുത്ത് താഴ്ന്ന് വരും. അപ്പോൾ നമുക്കൊരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗ്രാഫ് പോലെ പൊങ്ങിയും താന്നുമായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പം ഗ്രാഫ് ഓർത്താൽ മതി, എഴുത്ത് ഓക്കെ, ഗ്രാഫ് പോലെയാണ് നമ്മൾ എഴുതുന്നതെന്ന് ഓർത്താൽ മതി. അപ്പം ഡിസ്ഗ്രാഫിയ എന്നത് ഒരു ലേഖന വൈകല്യമാണ്. അടുത്തതായി വരുന്നതാണ് ഡിസ്കാൽക്കുലിയ. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, കാൽക്കുലിയ, കാൽക്കുലേഷൻ. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗണിതം അഥവാ മാത്സ്. ഓക്കെ, അപ്പോൾ ഗണിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കാൽക്കുലിയ വരുന്നത്. ഗണിത വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ. അടുത്തത് ഡിസ്പ്രാക്സിയ, പേശി പ്രവർത്തനത്തിലെ വൈകല്യമാണ് ഡിസ്പ്രാക്സിയ എന്നത്. അപ്പോൾ ഈ പ്രാക്സിയ എന്നുള്ളത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പാരലൈസ് എന്ന് എടുക്കാൻ പറഞ്ഞു. പാരലൈസ്, ഓക്കെ, പാരലൈസ് ആയ ഒരാൾക്ക് പേശി പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡിസ്പ്രാക്സിയ, പേശി പ്രവർത്തനത്തിലെ വൈകല്യം. ഓക്കെ, അടുത്തതായിട്ട് പറഞ്ഞിരുന്നത് ഡിസ്ഫാസിയയാണ്. ഡിസ്ഫാസിയ എന്ന് പറയുന്നത് ഒരു ഭാഷാഗ്രഹണ വൈകല്യമാണ്. ഡിസ്ഫാസിയ എന്നത് ഭാഷാഗ്രഹണ വൈകല്യമാണ്. അടുത്ത് ഡിസ്ആർത്രിയ. ഡിസ്ആർത്രിയ എന്ന് പറയുന്നത് ഒരു ഭാഷണ വൈകല്യമാണ്. ഡിസ്ആർത്രിയ എന്താണ്? ഭാഷണ വൈകല്യം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഠന വൈകല്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഏറ്റവും ചെറിയൊരു ടോപ്പിക്കാണ്. ചെറുതാണെങ്കിലും ഇതിൽ നിന്നും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാനും മാറിപ്പോകാനും സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേറ്ററ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് ലൈക്കും ചെയ്യുക. താങ്ക് യു.